യുവർ ഓണർ, ബഹുമാനപ്പെട്ട ഡിഫൻസ് ലോയർ 1 മണിക്കൂർ സമയം ചോദിച്ചിരുന്നു. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞു. അവർ പറഞ്ഞ കുറ്റവാളിയെ ഇനിയും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അവിക്ക് ഫോൺ ചെയ്യാനന്ത് ചെല്ല്. ഞാൻ ചെയ്തതാ അമ്മേ, പക്ഷെ എടുക്കുന്നില്ല. ക്ഷമിക്കണം യുവർ ഓണർ, കുറ്റവാളിയെ കണ്ടുപിടിക്കാനായി എന്റെ കക്ഷിയുടെ ഭർത്താവ് പോയിരിക്കുകയാണ്. ദയവ് ചെയ്ത് അല്പസമയം കൂടി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇനിയും 1 മണിക്കൂർ സമയം കൊടുത്താൽ പോലും അഭിറാമിന് ദാമോദരനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. വസുവിന് ശിക്ഷ ഉറപ്പ്. ഇനിയും എത്ര സമയം വേണം സാർ? 1 ആഴ്ച, അതോ 1 മാസമോ? അതുമല്ലെങ്കിൽ 1 വർഷം സമയം കൊടുക്കണോ? യുവർ ഓണർ, ഇവർ പറയുന്നത് പോലെ ദാമോദർ എന്നൊരാളില്ല. യഥാർത്ഥ കുറ്റവാളി ഈ നിൽക്കുന്ന വസുന്ധരയാണ്. ഇവരാണ് കമ്പനിയെ ചീറ്റ് ചെയ്തത്. തനി ക്രിമിനൽ. അല്ല യുവർ ഓണർ, എന്റെ കക്ഷിക്ക് അവർ വർക്ക് ചെയ്ത കമ്പനിയിൽ നല്ല പേരുണ്ട്. കോടതി അനുവദിക്കുകയാണെങ്കിൽ കമ്പനി ചെയർമാനെ കൊണ്ട് തന്നെ ആ സത്യം പറയിക്കാം. ഗ്രാൻഡഡ്. യുവർ ഓണർ, ഇത് എന്റെ കക്ഷി ജോലി ചെയ്യുന്ന കമ്പനിയുടെ ചെയർമാൻ സുമിത്ര ദേവി. പറയൂ മാഡം, മിസ്സിസ് വസുന്ധര ദേവി എങ്ങനെയുള്ളവരാണ്? വളരെ നല്ല കുട്ടിയാ മാഡം. അവള് കാരണമാ ഞങ്ങളുടെ കമ്പനിക്ക് വലിയ വലിയ ഇവന്റ്സ് കിട്ടിയത്. ഒരിക്കലും 1 രൂപയ്ക്ക് പോലും വ്യത്യാസം വന്നിട്ടില്ല. വളരെ നല്ല കുട്ടിയാ. കേട്ടില്ലേ യുവർ ഓണർ, കമ്പനിയുടെ ചെയർമാൻ തന്നെ എന്റെ കക്ഷിയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് കുറ്റം ചെയ്യുന്നത് യുവർ ഓണർ? തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഈ നിൽക്കുന്ന നിങ്ങളുടെ കക്ഷി തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കുറ്റം ചെയ്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? യുവർ ഓണർ, ശ്രീമതി സുമിത്ര ദേവിയെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതി അനുമതി തരണം. ഗ്രാൻഡഡ്. താങ്ക് യു യുവർ ഓണർ. സുമിത്ര ദേവി മാഡം, മിസ്സിസ് വസുന്ധര നിങ്ങളുടെ കമ്പനിയിൽ എത്ര നാളായി ജോലി ചെയ്യുന്നു? 3 മാസമായി ജോലി ചെയ്യുന്നുണ്ട്. അവരെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്താണോ ജോലിയിൽ നിയമിച്ചത്? ഇല്ല, അവൾ എന്റെ ജീവൻ രക്ഷിച്ചവളാ. ആ നന്ദി കാരണമാ ജോലി കൊടുത്തത്. എങ്ങനെയാണ് അവര് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത്? എന്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്കെതിരെയുള്ള ബോംബ് ആക്രമണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചവളാ. അതിനു മുൻപ് അവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല, അന്നാണ് ആദ്യമായി കാണുന്നത്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. അവരുടെ ഭർത്താവും കൂടി നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടല്ലേ? അതെ, സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്നു. അതെന്താ, ഭാര്യ മാനേജറായും ഭർത്താവ് സെക്യൂരിറ്റിയുമായോ? വളരെ വിചിത്രമാണല്ലോ. വസുവിന്റെ ഭർത്താവ് അഭിറാം എനിക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്ത ആളാ. കഷ്ടപ്പാടുള്ള ജോലി ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നത്. ഇരുന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി നിന്നുകൊണ്ടുള്ള സെക്യൂരിറ്റി ജോലി വളരെ ബുദ്ധിമുട്ടുള്ളതല്ലേ മാഡം? യുവർ ഓണർ, വക്കീൽ സാർ കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നത്. തീർച്ചയായും ബന്ധമുണ്ട് യുവർ ഓണർ. സുമിത്ര ദേവിയെ ബോംബ് അറ്റാക്കിൽ നിന്ന് രക്ഷിച്ചത് വസുന്ധര. വസുന്ധരയുടെ ഭർത്താവ് അഭിറാം സുമിത്ര ദേവിക്ക് തന്റെ കിഡ്നി ഡൊണേറ്റ് ചെയ്തത്. ഇപ്പോ 50 ലക്ഷം രൂപ ചീറ്റ് ചെയ്തത്. ഇതിനെല്ലാം തന്നെ ബന്ധമുണ്ട്. കുറ്റവാളി വളരെ ബുദ്ധിശാലിയാണെന്ന് തോന്നുന്നു. വസുന്ധര ബോംബ് അറ്റാക്കിൽ നിന്നും സുമിത്ര ദേവിയെ രക്ഷിച്ചതും അഭിറാം കിഡ്നി കൊടുത്തതും എല്ലാം അവരുടെ പ്ലാനായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത സുമിത്രാദേവിയുടെ വിശ്വാസം പിടിച്ചുപറ്റി അതിനുശേഷം മൊത്തത്തിൽ 50 ലക്ഷം രൂപ ചീറ്റ് ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇല്ല സാർ. ഇപ്പൊ നിങ്ങൾക്ക് പോകാം മാഡം. യുവർ ഓണർ, കുറ്റവാളികൾ ഒട്ടും തന്നെ വിശ്വാസയോഗ്യരല്ല. ആദ്യം തന്നെ ഈ വസുന്ധരാദേവി താനാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിച്ച് പോലീസിൽ സറണ്ടർ ആയിരിക്കുന്നു. ഇപ്പോൾ ആ കുറ്റം താൻ ചെയ്തിട്ടില്ലെന്നും
വേറെ ആരോ ആണ് കുറ്റം ചെയ്തതെന്നും വാക്ക് മാറ്റി പറയുന്നു. ഡിഫൻസ് ലോയർ ആകട്ടെ ആദ്യം 1 മണിക്കൂർ മതിയെന്നാ പറഞ്ഞത്. ഇപ്പൊ വീണ്ടും സമയം വേണോന്ന് ചോദിക്കുന്നു. ഇത് വെറും കോടതിയുടെ സമയം നഷ്ടപ്പെടുത്തുകയാണ് യുവർ ഓണർ. അല്ല യുവർ ഓണർ, ഞാൻ വാദിക്കുന്നതിൽ ശരിയായ കാരണങ്ങളുണ്ട്. യഥാർത്ഥ കുറ്റവാളിയെ കിട്ടിയാൽ പല സത്യങ്ങളും വെളിച്ചത്ത് വരും. ദയവ് ചെയ്ത് ഈ കേസ് 2 ദിവസത്തേക്ക് നീട്ടിവെക്കാനായി കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. നമ്മുടെ ഡിഫൻസ് ലോയറുടെ അവകാശവാദങ്ങൾ കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. അവർ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഇതിൽ വേറെ കുറ്റവാളികൾ ആരും തന്നെ ഇല്ല. വസുന്ധര തന്നെയാണ് ഈ കുറ്റം ചെയ്തിരിക്കുന്നത്. പാവം ശ്രീമതി സുമിത്രാദേവി തനിക്കുണ്ടായ ഈ വിശ്വാസവഞ്ചനയെ കാര്യമായി എടുക്കാതെ വസുന്ധര നല്ലവളാണെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ വളരെ വിലയേറിയ സമയം പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല യുവർ ഓണർ. താനാണ് കുറ്റം ചെയ്തതെന്ന് കുറ്റവാളി സ്വയം സമ്മതിച്ച സ്ഥിതിക്ക് ഇനിയും കോടതിയുടെ സമയം പാഴാക്കാതെ ഇനിമേലിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കുറ്റവാളി ആവർത്തിക്കാതിരിക്കാൻ പ്രതിക്ക് കഠിനമായ ശിക്ഷ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഞാൻ ചെന്ന് സംഭവിച്ചതെല്ലാം പറയട്ടെ അമ്മേ. വസു ചേച്ചിയെ രക്ഷിക്കാം. ഞാൻ പോയി സറണ്ടർ ആവാം. നിക്ക് ആനന്ദ്, നീ ഇപ്പൊ എന്തു പറഞ്ഞാലും കോടതി വിശ്വസിക്കില്ല. സാക്ഷിമൊഴികളെല്ലാം വസുവിനെതിരാണ്. പക്ഷേ വസു മേഡം തെറ്റ് ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി ചെയ്യാത്ത തെറ്റ് അവരെ ഏറ്റെടുക്കുകയായിരുന്നു. ഓർഡർ ഓർഡർ. വാദപ്രതിവാദങ്ങൾ കേട്ടിടത്തോളം കുറ്റവാളി വസുന്ധര മനഃപൂർവ്വമാണ് ഈ കുറ്റം ചെയ്തിട്ടുള്ളതെന്ന് ഈ കോടതി വിശ്വസിക്കുന്നു. സ്വയം കുറ്റവാളി തന്നെ ചെയ്ത കുറ്റം സമ്മതിച്ചിട്ടുള്ളതിനാൽ ഈ കേസിന് ഇനി വാദപ്രതിവാദങ്ങൾ അനാവശ്യമാണ്. ഈ കേസ് ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ കുറ്റവാളിക്ക് ശിക്ഷ വിധിക്കാൻ ഈ കോടതി തീരുമാനിച്ചിരിക്കുന്നു. IPC സെക്ഷൻ. എക്സ്ക്യൂസ് മീ യുവർ ഓണർ. ബുദ്ധിമുട്ടിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ഈ കേസിൽ വസുന്ധര ശരിക്കും നിരപരാധിയാണ്. യഥാർത്ഥ കുറ്റവാളി ദാമോദറാണ്. ആരാ നിങ്ങൾ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇവിടെ വന്നു പറയാം. വാ. നമസ്കാരം ജഡ്ജി സാർ. എൻ്റെ പേര് അഭിര. കുറ്റം ആരോപിക്കപ്പെട്ട വസുന്ധരയുടെ ഹസ്ബൻഡാണ് ഞാൻ. വസുന്ധര ഈ കുറ്റം ചെയ്തിട്ടില്ല സാർ. കുറ്റം അവരാണ് ചെയ്തതെന്ന് സ്വയം സമ്മതിച്ചല്ലോ. അതേ യുവർ ഓണർ. ചില കാരണങ്ങളാൽ അവൾക്ക് ആ കുറ്റം ഏറ്റെടുക്കേണ്ടി വന്നതാണ്. ആ കാരണങ്ങൾ എന്താണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താമോ? തീർച്ചയായും യുവർ ഓണർ. ഈ നിൽക്കുന്ന ദാമോദർ ആനന്ദിന്റെ മുന്നിൽ ഒരു ബിസിനസ് ഡീൽ വെച്ചു. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി 50 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഷ്യൂരിറ്റി കൊടുക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപ വാങ്ങിക്കൊടുക്കാമെന്ന് ദാമോദർ പറഞ്ഞു. ആനന്ദ് അവൻ്റെ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് ദാമോദറിന് കൊടുത്ത ഉടൻ തന്നെ അവനതിൻ്റെ ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി സുമിത്ര മേഡത്തിൻ്റെ കൈയൊപ്പ് ഫോർജറി ചെയ്ത് ഫൈനാൻഷ്യറിൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപയും വാങ്ങി കടന്നു കളഞ്ഞു.
ഡോക്യുമെന്റ്സ് ഒന്നും കറക്റ്റ് അല്ലെന്ന് പറഞ്ഞ് ഫിനാൻഷ്യൽ കേസ് ഫയൽ ചെയ്തു. ഇതാണ് കേസ്, യുവർ ഓണർ. അപ്പോ ഈ കേസിൽ നിങ്ങളുടെ ഭാര്യ എങ്ങനെ ഇൻവോൾവ് ആയി? കുറ്റം സ്വയം ചെയ്തതായി എന്തിനു സമ്മതിച്ചു? എനിക്ക് എന്നെ പോലുള്ള എത്രയോ പേർക്ക് സുമിത്ര മാഡം ഒരു മാതൃകയാണ്, യുവർ ഓണർ. ഫൈനാൻസിയർ കേസ് കൊടുത്ത ഉടനെ പോലീസ് ആനന്ദിനെയും സുമിത്ര മാഡത്തിനെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ആവുന്നുള്ള പേടിയിലായിരുന്നു ആനന്ദ് നിന്നത്. അപ്പോൾ മാഡത്തിന് സ്ട്രോക്ക് വന്നു. മാഡത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ആ കുറ്റം സ്വയം ഏറ്റെടുത്തു. മാഡം ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതിന് മുൻപ് യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടണമെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി അദ്ദേഹം കൊണ്ടുവന്നു. ഈ നിൽക്കുന്ന ദാമോദറാണ് ശരിക്കുള്ള കുറ്റവാളി, യുവർ ഓണർ. ഞങ്ങളുടെ ആനന്ദിനെയും ആ ഫിനാൻഷ്യലിനെയും ചീറ്റ് ചെയ്തതിന് ശേഷം ആ 50 ലക്ഷം രൂപയും കൊണ്ട് കടന്നു കളഞ്ഞു. ആ മുഴുവൻ കാശും ഇവിടെ തന്നെ ഉണ്ട്, യുവർ ഓണർ. വിത്ത് യുവർ പെർമിഷൻ ഞാൻ ഇപ്പോൾ തന്നെ അത് ഇവിടെ ഏൽപ്പിക്കാം. ഗ്രാൻഡഡ്. മിസ്റ്റർ സുബ്രഹ്മണ്യം, നിങ്ങൾ പണം കടം കൊടുത്തത് വസുന്ധരാദേവിക്കാണോ അതോ ദാമോദരനോ? ദാമോദരനാണ് സാർ. മുൻപ് ചോദിച്ചപ്പോ വസുന്ധരയ്ക്ക് കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. ക്ഷമിക്കണം സാർ, അത് വെപ്രാളം കൊണ്ട് പറഞ്ഞു തരാം. മിസ്റ്റർ ദാമോദർ, വസുന്ധരയും അഭിരാമും പറയുന്നത് സത്യമാണോ? സത്യമാണ് സാർ. അപ്പോ നിങ്ങളാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കുന്നോ? അതെ സാർ, സമ്മതിക്കുന്നു. ഈ കുറ്റം നിങ്ങൾ സ്വയം ചെയ്തതാണോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ദാമുവിന്റെ പേരൊന്നും പറയില്ലല്ലോ. ഞാൻ തന്നെയാണ് സാർ ചെയ്തത്. എന്റെ പിന്നിൽ വേറെ ആരുമില്ല. ഒരുപാട് നന്ദിയടാ, നീ ഉണ്ട ചോറിന് ഉചിതം കാണിച്ചു. എന്താ മിസ്റ്റർ ലോയർ, എനി ഡൗട്ട്സ്? നോ യുവർ ഓണർ. ഡിഫൻസ് ലോയറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്റെ കക്ഷി വസുന്ധരയും അവരുടെ ഭർത്താവ് അഭിരാമും പറഞ്ഞു കഴിഞ്ഞു, യുവർ ഓണർ. കമ്പനി ചെയർമാനോടുള്ള മര്യാദയാലും കമ്പനിയോടുള്ള വിശ്വാസത്താലും മനുഷ്യത്വത്തിന്റെ പേരിലും എന്റെ കക്ഷി ചെയ്യാത്ത കുറ്റം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഈ വിഷയം മുഖവിലക്കെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. താങ്ക് യു, യുവർ ഓണർ. സാക്ഷിയും തെളിവുകളും പരിശോധിച്ചതിൽ നിന്ന് ശ്രീമതി വസുന്ധരാദേവി ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നും ദാമോദറാണ് യഥാർത്ഥ കുറ്റവാളി എന്നും ഈ കോടതിക്ക് ബോധ്യപ്പെട്ട് കുറ്റവാളിയായ ദാമോദറിന് 7 വർഷങ്ങൾ കഠിന തടവ് ശിക്ഷ വിധിക്കുന്നു. താൻ കടം കൊടുത്തത് ശ്രീമതി വസുന്ധരാദേവിക്കാണെന്ന് കള്ളസാക്ഷി പറഞ്ഞ സുബ്രഹ്മണ്യന് 25,000 രൂപ പിഴയടയ്ക്കാൻ ഈ കോടതി ഉത്തരവാകും. അഭിരാം കോടതിയെ ഏൽപ്പിച്ച 50 ലക്ഷം രൂപയിൽ 25,000 രൂപ പിഴയടച്ചിട്ട് ബാക്കി തുക സുബ്രഹ്മണ്യന് കൈവശം വയ്ക്കാം. ചെയ്യാത്ത കുറ്റം സ്വയം ഏറ്റെടുത്ത് പോലീസിനെ തെറ്റായ വഴിയിൽ നയിച്ച് കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതിന് ശ്രീമതി വസുന്ധരയ്ക്ക് ശിക്ഷ നൽകേണ്ടതാണെങ്കിലും മനുഷ്യത്വപരമായ ലക്ഷ്യത്തോടെയാണ് ഈ കുറ്റം സ്വയം ഏറ്റെടുത്തതെന്ന് ഡിഫൻസ് ലോയറുടെ വാദത്തെ കണക്കിലെടുത്തുകൊണ്ട് ഇതവരുടെ ആദ്യത്തെ തെറ്റായി പരിഗണിച്ച് കോടതി വെറുതെ വിടുന്നു. The court is adjourned.
ഒരുപാട് നന്ദിയുണ്ട് ദാമു. കോർട്ടിൽ നീ എന്റെ പേര് പറഞ്ഞില്ലല്ലോ. എന്നെ തൂക്കിക്കൊന്നാലും ഞാൻ സാറിന്റെ പേര് പറയില്ല. നിന്നെപ്പോലൊരു സുഹൃത്തിനെ ഞാൻ വിട്ടുകൊടുക്കില്ലടാ. നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തിറക്കും. ശരി സാർ, ഞാൻ പോയിട്ട് വരാം. ആ ദാമോദരന് ശരിയായ ശിക്ഷയാണ് കിട്ടിയത്. 25,000 കൊടുത്തപ്പോൾ എൻ്റെ പ്രശ്നം തീർന്നു. ഇനി ഇതുപോലുള്ള ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കില്ല. സോറി ചന്ദ്രശേഖരൻ സാർ, ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി. ബാഡ് ലക്ക്. ആ അഭിറാം കറക്റ്റ് സമയത്ത് തന്നെ ദാമോദരെ കോടതിയിലെത്തിച്ചു. ഇറ്റ്സ് ഓക്കെ സർ. എന്റെ സമയം കൊള്ളാം. അതുകൊണ്ടാ ദാമു എന്റെ പേര് പറയാത്തത്. എന്തായാലും താങ്കളുടെ ഫീസ് ഞാൻ എത്തിക്കും. കാരണം താങ്കളെ കൊണ്ട് എനിക്ക് ഇനിയും സഹായം ആവശ്യമുണ്ട്. താങ്ക് യു. ശരിയായ സമയത്ത് തന്നെ അവനെ കോടതിയിലേക്ക് കൊണ്ടുവന്നില്ലേ അബി? ഇല്ലായിരുന്നെങ്കിൽ വസുവിന് തീർച്ചയായും ശിക്ഷ കിട്ടിയേനെ. അച്ഛനുള്ളപ്പോ അമ്മയ്ക്ക് ശിക്ഷ കിട്ടാൻ അങ്ങനെ വിട്ടുകൊടുക്കോ മാഡം? അതെ. അയാളെ കൊണ്ടുവരാൻ എന്താ ഇത്ര ലേറ്റ് ആയത് അഭിരാം? അവനെ പിടിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി മാഡം. എങ്ങോട്ടാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? സാർ സാർ സാർ, ഞാൻ പറഞ്ഞോളാം സാർ. നിങ്ങളുടെ കൂടെ കോടതിയിലേക്ക് വരാം. കോർട്ടിൽ വരുന്നത് മാത്രമല്ല, ആനന്ദ് തെറ്റ് ചെയ്തിട്ടില്ല എന്നും എല്ലാം നീയാണ് ചെയ്തതെന്നും പറയണം. പറഞ്ഞോളാം സാർ. കാശ് എവിടെയാ വെച്ചിരിക്കുന്നത്? പണമല്ലേ സാർ, വീട്ടിൽ തന്നെയാ ഉള്ളത്. വാ, അതും എടുത്തോണ്ട് കോർട്ടിലേക്ക് പോ. അവൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അവന് കിട്ടി. ജയിലിലേക്ക് പോയി. ഈ കുറ്റം അവൻ തനിച്ചല്ല ചെയ്തത് മാഡം. അവനിത് ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് കോർട്ടിൽ കള്ളം പറഞ്ഞതാ. അവന്റെ പുറകില് മറ്റാരോ ഉണ്ട്. അതെ മാഡം, ഈ ക്രൈമിന് പിന്നിൽ മാസ്റ്റർ ബ്രെയിനായിട്ട് മറ്റൊരാളുണ്ട്. അയാളെ വേണം കണ്ടെത്താൻ. തെറ്റ് ചെയ്തവനെ എന്നായാലും പിടികിട്ടും വസു. നീ നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ? എനിക്ക് അത് മതി. നിങ്ങളുടെ ജീവിതം പണയം വെച്ച് എന്നെ രക്ഷിച്ചില്ലേ നിങ്ങൾ? നിങ്ങളോടുള്ള നന്ദി ഞാൻ എങ്ങനെയാ വീട്ടുക? നന്ദിയൊന്നും പറയണ്ട മാഡം, ഇത് ഞങ്ങളുടെ കടമയാ. ആനന്ദ്, ഇനിയെങ്കിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം ചെയ്യാം. ഓരോ അബദ്ധങ്ങളിലും പോയി ചാടരുത്. അമ്മയുടെ വാക്കുകൾ മാത്രം അനുസരിക്കുക. അമ്മയെ നല്ലപോലെ നോക്കണം. ഉറപ്പായും സാർ. ഇനി അമ്മ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കൂ. നമുക്ക് വീട്ടിലേക്ക് പോയാലോ ചേച്ചി? ചേച്ചിക്ക് റെസ്റ്റ് ആവശ്യമാണ്. പോയിട്ട് വരാം ബസു. മാഡത്തിന്റെ ആരോഗ്യം സൂക്ഷിക്കണേ. ഉണ്ണി പറഞ്ഞ പേപ്പർ പരസ്യത്തിന്റെ ഐഡിയ കൊണ്ടാ അവൻ പിടിക്കപ്പെട്ടതും നീ രക്ഷപ്പെട്ടതും. അമ്മയെ രക്ഷിച്ചല്ലോ നീ, ഞങ്ങളെയും. താങ്ക്സ് കണ്ണ. ഇറ്റ്സ് ഓക്കെ മാഡം. പോയിട്ട് വരട്ടെ. പോട്ടെ വസു, നമുക്ക് പോകാം. ഒരു അമ്മ. താങ്ക് യു സോ മച്ച് ഉണ്ണി. നീ കാരണോ ഇന്ന് ഞാൻ നിരപരാധിയായിട്ട് പുറത്തു വന്നത്. ഞാൻ ഐഡിയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അമ്മേ. കഷ്ടപ്പെട്ട് ചേസ് ചെയ്ത് ആ ക്രിമിനലിനെ പിടിച്ചോണ്ട് വന്നത് അച്ഛനല്ലേ? ഹഗ്ഗും കിസ്സും രണ്ടും അച്ഛനാ കൊടുക്കേണ്ടത്. ഉണ്ണി, ഒരുപാട് താങ്ക്സ് ഏട്ടാ.
വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ അമ്മേ. ഹഗും കിസ്സും ഒന്നും ഇല്ലേ? ഉണ്ണി ചുമ്മാ കളി പറയാതെ. ആ ഏട്ടാ, ഓട്ടോ വിളിക്ക്, പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഓ, വീട്ടിൽ പോയതിനു ശേഷം അച്ഛന് ഹഗും കിസ്സും കൊടുക്കാൻ പോവാണെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഉണ്ണി നീ നിക്കടാ അവിടെ. വസു വേണ്ട, വിട്ടേക്ക്. ഉണ്ണി നീ നിന്നെ ഞാൻ ഭാവനെ, ഭാവനെ, ഭാവനെ. എന്താ? വസുവിന്റെ കേസ് കോടതി തള്ളിക്കളഞ്ഞു ഭാവനെ. വസു നിരപരാധിയാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്.